വീട്ടില് കറി Hey guys, welcome to D Vlogs. അപ്പോൾ ഇന്ന് നമുക്ക് രാത്രിയിലത്തെ കലാപരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഫുഡ് ഉണ്ടാക്കൽ പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ചപ്പാത്തിയും സോയാബീൻ്റെ കറിയുമാണ്. ഞങ്ങൾ തന്നെയാണ് എല്ലാം കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇവിടെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചേച്ചി ഭയങ്കര ബിസി ഇപ്പോൾ ഒരു പണിയിലാണ്. ഞാനിതെല്ലാം വെജിറ്റബിൾസൊക്കെ നമുക്ക് കറിക്ക് ആവശ്യമായ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി പൊട്ടറ്റോയും കൂടെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോഴേക്കും ചേച്ചി ഞാനത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ചേച്ചി ഉള്ളിയൊക്കെ വഴറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളി വഴറ്റാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സോയാബീൻ എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എന്താ, രാത്രി എനിക്ക് പുറത്തോട്ടിങ്ങനെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു വൈബാണ്. ഫുള്ള് ബിൽഡിംഗ് ആണ്, വേറെ ഒന്നും കാണാനൊന്നും ഇല്ല. എന്നാലും ഒരു രസം. അങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കട്ടിങ് പരിപാടി തുടങ്ങി. പൊട്ടറ്റോയും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കട്ടിങ് പരിപാടി കലാശ്. പിന്നെ ഞാൻ ഉള്ളി വഴറ്റുന്നത് ഞാൻ ഏറ്റുവാങ്ങി. അപ്പോഴേക്കും ചേച്ചി ചപ്പാത്തിയൊക്കെ പരത്തി വെക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനാണ് കേട്ടോ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തക്കാളി ഞങ്ങൾ പേസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അല്ലാതെ ആഡ് ചെയ്ത തക്കാളിയൊക്കെ ഇങ്ങനെ പെറുക്കി വെക്കും, ഒന്നും ഉള്ളിലോട്ട് ചെല്ലത്തില്ല. ഇതാകുമ്പോൾ എല്ലാം അങ്ങ് പോകുമല്ലോ. അപ്പോൾ പേസ്റ്റ് ആക്കിയിട്ടാണ് തക്കാളി ഇട്ടത്. ചേച്ചി ഇവിടെ ഭയങ്കര ചപ്പാത്തി വരത്തൽ പരിപാടിയാണ്. ഇവള് സംഭവമാണ് കേട്ടോ. എല്ലാം നല്ല വട്ടത്തിൽ വരുന്നുണ്ട്. ഞാനിങ്ങനെ പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഇങ്ങനെ ആവാൻ തോന്നില്ല കേട്ടോ. ഞാനൊക്കെ ചപ്പാത്തി വരച്ച കാലം മറന്ന് സത്യമായിട്ടും. പിന്നെ അതാ സോയാബീനൊക്കെ ആഡ് ചെയ്തു. ഇനി ഇതിലൊരു വിസിലൊക്കെ വരണം. അപ്പോൾ അത് അവിടെ കിടന്ന് കൂവട്ടെ. അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ കുറേ സോയാബീൻ എടുത്തിട്ട് കുറച്ച് ബാക്കിയായി പോയിരുന്നു. അത്രയൊന്നും വേണ്ടെന്ന് വിചാരിച്ച് ബാക്കി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നാളെ ഞങ്ങൾക്ക് വറുത്ത് കഴിക്കാം. അങ്ങനെ പിന്നെ ഞാൻ അതവിടെ നിന്ന് ആവട്ടെ. അപ്പം ഞാൻ ചപ്പാത്തി ചുട്ട് തുടങ്ങി കേട്ടോ. പക്ഷേ ഗൈസ്, എൻ്റെ ചപ്പാത്തി പൊങ്ങിയില്ല. അയ്യോ. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാൻ ചപ്പാത്തി ചുടാം, ഒരെണ്ണം കൂടി ഇനി പരത്താനുള്ളൂ, അത് ചെയ്തോ, അവൾ ചുടാൻ ചപ്പാത്തിന്ന്. അങ്ങനെ പരത്തൽ പരിപാടി എനിക്ക് കൈമാറി. പരത്തലാവുമ്പോൾ ഷേപ്പ് മാറിയാലൊന്നും കുഴപ്പമില്ലല്ലോ, വയറ്റിലെത്തിയാൽ പോരെ. എന്തായാലും വട്ടത്തിലാവുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ ചപ്പാത്തി പരത്തിയിട്ടും ചുട്ടിട്ടും ഒക്കെ കാലം മറന്നു. വർഷങ്ങളായും തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ചപ്പാത്തി മേക്കറുണ്ട്. അപ്പോൾ അതിൽ ഈ പരത്തലും ഒന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അത് തന്നെ ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല കേട്ടോ. എല്ലാം അമ്മ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പരത്തുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഏച്ചി പറഞ്ഞു, ഇത് കണ്ടാൽ പിന്നെ ആൾക്കാർ തല്ലിക്കൊല്ലുമെന്ന്, അമർത്തി പരത്തുന്നൊക്കെ അവളവിടെ നിന്ന് പറയണ്ടായിരുന്നു. അങ്ങനെ ഡയമണ്ടിൻ്റെ ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് ഏതൊക്കെ ഷേപ്പ് മാറി മറിഞ്ഞ് പോകുന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ലാസ്റ്റ് നോക്കാം. അതിൻ്റെ ഇടയ്ക്കാണ് ചേച്ചി ഇതാ നോക്ക് എന്നും പറഞ്ഞിട്ട് അവൾ ചുട്ട ചപ്പാത്തി പൊങ്ങി വരുന്നത് കാണിച്ചു തരുന്നത്. കൊള്ളാലോ സംഭവം. ഇതെങ്ങനെ ഞാൻ പരത്തി ഇത്ര പോയിട്ട് ഇത്തിരി ഒന്ന് രണ്ട് സൈഡങ്ങാൻ പൊങ്ങിയതല്ലാതെ ഇങ്ങനെയൊന്നും ആയിട്ടില്ല. ഞാൻ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ അല്ലേ, പിഞ്ചു കുഞ്ഞല്ലേ, എനിക്ക് സമയമുണ്ടല്ലോ. അങ്ങനെ ഗൈസ്, എൻ്റെ ചപ്പാത്തി ഫൈനലി ഈ ഒരു ഷേപ്പിലായി വന്നിട്ടുണ്ട്. വട്ടവും അല്ല ചതുരവും അല്ല, ഇതേതാ ഷേപ്പെന്ന് കുഴപ്പമില്ല അല്ലേ. എന്തായാലും ഒപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തായാലും സൂപ്പർ, കീപ്പ് ഇറ്റ് അപ്പ്. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തി വന്നപ്പോഴേക്കും നോക്ക് ഗൈസ്, എൻ്റെ അമ്മ അടുക്കളയിൽ നിൽക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ. ഞാനൊക്കെ ഇത് വേർത്തൊലിക്കുന്നുണ്ട്. ചേച്ചിയൊക്കെ നനഞ്ഞു. ഇത് ഒലിക്കുന്നുണ്ടോ? ഇതിലെ കൂടെയൊക്കെ ഇങ്ങനെ ഒലിച്ച് ഉള്ളിൽ കൂടെയൊക്കെ ഇതിലെ കൂടെയൊക്കെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുക്കർ കൂക്കി വിളിച്ചു. തുറന്നു നോക്കിയപ്പോൾ സോയാബീൻ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്, അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം ബാക്കി. അപ്പം ഞാൻ ഏതാണ്ടൊക്കെ സെറ്റായി വന്നപ്പോൾ ഞാനൊന്ന് പുറത്തോട്ട് വന്നപ്പോൾ അതാ പപ്പയും മോനും കൂടെ ഇവിടെ നിന്ന് കളിക്കുമായിരുന്നു. കുറേ നേരമായി രണ്ടാളും കൂടെ അവിടെ ഇരുന്ന് കളിക്കുന്നു. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാനിങ്ങനെ എടുത്തു അവനെ. എന്നിട്ട് ഞാൻ ജസ്റ്റ് അടുക്കളയിലേക്ക് പോയതാണ്. Kishu? Krish? Kishu? അയ്യോ അടിക്കല്ലേ. പിന്നെ ഞാൻ
ഞാനും കൃഷിയും കൂടെ പോയി ഒരു ഡാൻസ് ഒക്കെ അങ്ങോട്ട് കളിച്ചു. അപ്പം ഞാൻ കഴിക്കാൻ പോകണം കേട്ടോ. ചേച്ചി ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൃഷ്ണ നോക്കണം, എന്നിട്ട് ചേച്ചി കഴിക്കും. വേണ്ട എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോയിരിക്കുക കേട്ടോ. അപ്പം വന്നിട്ട് വേണ്ട കഴിക്കാം. അപ്പം ഞാൻ എന്തെങ്കിലും കിട്ടേ. സമയം 9:15 അപ്പം നമുക്ക് കഴിച്ചിട്ട് വരാം. ഇങ്ങനെയുണ്ട് ഞങ്ങളുണ്ടാക്കിയ സോയാബീൻ കറി നോക്കാം. 2 ചപ്പാത്തിയാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കറി എടുക്കാം. എന്താല്ലേ കറി അടിപൊളി, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ടേസ്റ്റ് എന്ന് പറയുന്നല്ല, ഞങ്ങളല്ലേ ഉണ്ടാക്കിയത്, അടിപൊളിയായിരിക്കും. ഇല്ല സ്വന്തം ഇങ്ങനെ പറയും ഒന്നും വിചാരിക്കരുത് ഗൈസ്. ഞാൻ ഫുഡൊക്കെ എടുത്ത് വന്നപ്പോൾ ഒരാൾ ഇവിടുന്ന് കുരുത്തക്കേട് കളിച്ച്, ഇത് എൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ, മുടി പിടിച്ച് വലിക്കുള്ളത്. മുടിയാണ് ഇവൻ്റെ വീക്ക്നെസ്. എന്ത് കറി നോക്കണ്ട ഇളക്കല്ല. സൂപ്പർ പൊളി. ഞാൻ പറയണം നമ്മൾ ഉണ്ടാക്കിയതല്ലേ. ഒരു ലേശം അതിലാണ് തോന്നുന്നു, രസമായില്ല. നീ കളറിലാണെന്ന് പറഞ്ഞ മുളക് പൊടി ഇട്ടിട്ടല്ലേ. ഫിഷിന് വേണോ ചപ്പാത്തി വേണോ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം കൃഷിൻ്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നാളേക്കുള്ള ബദാം എടുത്ത് വെള്ളത്തിലിട്ടു. ബദാം വെള്ളത്തിലിടാൻ എപ്പോഴും മറന്നു പോകും കേട്ടോ. ഇടയ്ക്കൊക്കെ ബദാം രാവിലെ കഴിക്കും, മറന്നു പോവും. അപ്പോൾ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു, കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാം വൃത്തിയായി നീറ്റ് ആൻഡ് ക്ലീനാക്കി. ഞാനല്ല കേട്ടോ, ചേച്ചിയാണ്. പിന്നെന്താ ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒന്ന് ഫ്രഷ് ആവണം. പിന്നെ ഉണ്ട് നൈറ്റ് സ്കിൻ കെയർ, അതും കൂടെ ചെയ്യണം. എന്നിട്ട് പോയി കിടന്നുറങ്ങണം, അത്ര തന്നെ. അപ്പോൾ സ്കിൻ കെയർ ഞാൻ ഇന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ഇന്ന് വേണ്ട, ഇന്ന് സമയമില്ല. ഇത്തിരി ലേറ്റ് ആയപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു. ഹലോ, അപ്പം ഞാൻ എന്താ ബ്രഷൊക്കെ ചെയ്തു. ഇനി അടുത്ത പരിപാടി ഒന്ന് ഫ്രഷ് ആവണം, കുളിക്കണം, എന്നിട്ട് എൻ്റെ സ്കിൻ കെയർ ചെയ്യണം. അതും കൂടെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാം ഡണ്ണായി. ഇന്നത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് സുഖമായിട്ട് പോയി കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ പരിപാടി. സ്കിൻ കെയർ ഞാൻ അടുത്ത ദിവസം കാണിച്ചു തരാം കേട്ടോ. ഇന്ന് സമയമില്ല ഗൈസ്, എനിക്ക് ഉറക്കം വരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ നൈറ്റ് വ്ലോഗ്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്, ടാറ്റാ.